നമുക്ക് നമ്മൾ പഠിച്ചതിന്റെ തുടർച്ചയിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പോഴേ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോഴേ നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ രക്ഷയുടെ വില, നാം രക്ഷിക്കപ്പെട്ടതിന് വേണ്ടിയിട്ട് ചെലവായ ആ പ്രയത്നം, അതിനുവേണ്ടി കൊടുത്ത വില എന്താണ് എന്നാണ് ഇവിടെ കാണുന്നത് പ്രധാനമായിട്ടും. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വിലയേറിയ രക്തം എന്നുള്ളതാണ്. ആ രക്തമാണ് നമ്മുടെ രക്ഷയ്ക്ക് വിലയായിട്ട് സമർപ്പിച്ചത്. ആ വാക്യം വായിക്കാം, 18 മുതൽ 21 വരെ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിൽ മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം വീട്ടിൽ വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അപ്പോൾ ഉലക സ്ഥാപനത്തിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ മുന്നറിയപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഈ കാൽവരി ക്രൂശിലെ മരണം അവിടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. 40-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ പറയുന്നു, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഈ രക്ഷയ്ക്ക് വേണ്ടി വില അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നൊരുക്കിയത് എന്ന് പറയുന്നത്. ഈ അന്ത്യകാലത്തിൽ വെളിപ്പെട്ടു. അതാണ് ഇബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് എന്ന് പറയുമ്പോൾ ഈ പ്രവചനങ്ങളുടെ അവസാനത്തിൽ, അങ്ങനെയുള്ള വെളിപ്പാടുകളുടെ അവസാനത്തിൽ പൂർണ്ണമായ ഒരു വെളിപ്പാടായി യേശുക്രിസ്തു ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അതുവരെയും അനേക മൃഗങ്ങൾ യാഗമായി തീർന്നിട്ടുണ്ട്. ആ യാഗങ്ങൾ ഇബ്രായ ലേഖനത്തിനോട് പഠിച്ചതാണ്. ആ യാഗങ്ങൾ പൂർണ്ണതയുള്ളതായിരുന്നില്ല. അങ്ങനെയുള്ളതായിരുന്നെങ്കിൽ പിന്നെയും യാഗം കഴിക്കേണ്ട ആവശ്യകത ഇല്ലായിരുന്നു. പഴയ നിയമകാലത്ത് 80 പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാർ മാറി വന്നു. മനസ്സിലായേ? ഇന്ത്യയിൽ എത്ര പ്രസിഡന്റായി? ഇപ്പം 1 മുതൽ ഇങ്ങനെ തുടങ്ങി പിന്നെ മതി. അപ്പൊ അതുപോലെ പഴയ നിയമകാലത്ത് 80 പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാർ വന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരണം മുഖാന്തരം ആ പുരോഹിതന് നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അടുത്ത പുരോഹിതൻ വന്നു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം യാഗമായി വിലയായി അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചത് കൊണ്ടാണ് ഇപ്പോൾ യാഗത്തിന്റെ ആവശ്യകത ഇല്ലാത്തത്. മാത്രവുമല്ല, യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായി യാഗം അർപ്പിച്ച ആ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഇന്ന് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇനി ഒരു മഹാപുരോഹിതന്റെ ആവശ്യകതയും ഇപ്പം നമുക്ക് ഇല്ലാത്തത്. അതുകൊണ്ട് താഴോട്ട് വരുമ്പോൾ നമ്മെ രാജകീയ പുരോഹിത വർഗമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം പിന്നീട് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ വായിച്ച വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെലവിട്ടത് അത് യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം. ഓക്കെ, ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുമ്പം രക്ഷയുടെ വില എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം അത്ര എഴുതിയാൽ മതി, അല്ലാതെ കുറെ പേജൊന്നും എഴുതി വെക്കണ്ട, ഒരു മാർക്കേ കിട്ടൂ. ഇനി രക്ഷയുടെ വിധത്തെ കുറിച്ചാണ് 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ. എല്ലാവരും നോക്കിയോ, ഒന്ന് പുസ്തകം നോക്കിയോ, ഉറക്കെ വായിച്ചു. എന്നാൽ സത്യം അനുസരിക്കായികയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഒത്തു സ്നേഹിക്കും. കെടുന്ന വീരത്താവില്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ രക്ഷ എന്നുള്ളത് ദൈവവചനത്താലാണ്, 2 വീണ്ടും ജനനത്താലാണ്.
അതായത് ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിലെ രൂപാന്തരം വരുത്തിയത്. ആ ദൈവവചനം ജീവനുള്ള വചനമാണ്. ആ ജീവനുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തി നമുക്ക് വീണ്ടും ജനനം തന്നു എന്നാണ്. അപ്പോൾ രക്ഷ എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം വരുത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ വീടൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല. ഒരു പുതുജനനം തന്നെയാണ് കർത്താവ് അവിടെ നൽകുന്നത്. ദൈവത്തിന്റെ വചനത്താൽ നമുക്ക് പാപബോധം വരുമ്പോൾ നമ്മൾ പാപത്തിന് മരിക്കുന്നു, പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരുമ്പോൾ പാപമോചനത്തിനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഞാൻ എന്നുള്ള വ്യക്തിത്വം അവിടെ അവസാനിച്ചുകൊണ്ട് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കർത്താവായി ഒരു പുതിയ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആ വ്യക്തിയെ പുറത്തു നിന്ന് സംരക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ ദൂതന്മാരും നമ്മുടെ അകമയെ വസിച്ചുകൊണ്ട് സകല സത്യത്തിലും വഴി നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആത്മാവിനാൽ ഒരു പുതുജനനം, ദൈവവചനത്താൽ ഒരു പുതുജനനം നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതാണ് രക്ഷയുടെ വിധം എന്നുള്ളത്. രക്ഷ ഏത് വിധമാണ് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്ന് ദൈവവചനത്താൽ, രണ്ട് വീണ്ടും ജനനത്താലാണ് രക്ഷ. ഇനി ഈ രക്ഷയുടെ ഉദ്ദേശം എന്താണെന്ന് 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. രക്ഷയുടെ ഉദ്ദേശം. അപ്പോൾ ദൈവം നമ്മെ രക്ഷിച്ചു, ഇന്ന് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. നമ്മുടെയുള്ള ഉത്തരവാദിത്വം ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ വളർച്ചയിൽ ആവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഇവിടെ വായിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ നമ്മളെ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കണം എന്നുള്ളതാണ്. ഇവിടെ ആ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പ്രത്യേക ചിന്തനം ചെയ്താൽ ഈ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ബൂസ്റ്റും ഹോർലിക്സും അതും ഇതെല്ലാം കൊടുത്താലും ഈ കുഞ്ഞുങ്ങളുടെ വയറിങ്ങനെ മുന്നോട്ട് വരുന്നതല്ലാതെ ശരീരത്തിനൊരു പുഷ്ടി പ്രാപിക്കുകയോ വളർച്ച പ്രാപിക്കുകയോ ചെയ്യാത്തൊരവസ്ഥ കാണും. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ പോയി കണ്ടാൽ അദ്ദേഹം പറയും, ഇനി ഒരാഴ്ചത്തേക്ക് ബൂസ്റ്റും പാലും ഒന്നും കൊടുക്കണ്ട, സാധാരണ പൊടിയരി കഞ്ഞിയൊക്കെ കൊടുത്താൽ മതി, അത് കഴിഞ്ഞ് ഈ മരുന്ന് കഴിച്ചിട്ട് എന്നെ വന്ന് കാണ്, പിന്നീട് ഞാൻ പറയാം എന്താഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന് വിരശല്യമാണ്. ഇത് കൊടുക്കുന്ന എല്ലാ ആഹാരവും ഈ പാരസൈറ്റ് തിന്നുന്നതല്ലാതെ ഈ കുഞ്ഞിന് ഒരു പ്രശ്നവും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആദ്യം ഇദ്ദേഹം കൊടുക്കുന്നത് ബെൻഡസോളാണ് എന്ന് പറഞ്ഞാൽ ഈ വേറെക്കുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അതെല്ലാം നീക്കി കളഞ്ഞ് ശുദ്ധിയായതിന് ശേഷമാണ് പിന്നീട് ആഹാരം ക്രമമായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ് ക്രിസ്തീയ വളർച്ചയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നീക്കി കളയേണ്ട ചില കാര്യം, സകല ദുഷ്ടതയും, എല്ലാ ചതുവും, വ്യാജഭാവവും. വ്യാജഭാവം എന്ന് പറഞ്ഞാൽ അറിയാം, അത് ഞാൻ കർത്താവ് വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചൊരു കാര്യമാണ്. കപടഭക്തിക്കാരി, വെള്ള തേച്ച ശവക്കല്ലറകളെ എന്നൊക്കെ കർത്താവ് വിളിച്ചത്. അതുകൊണ്ട് വ്യാജഭാവം, എല്ലാ നുണയും നീക്കിക്കളയും. മനസ്സിലായി? എല്ലാ നുണയും. എന്നെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എൻ്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റാത്തത് വേറെടുത്ത് പറയാൻ പാടില്ല. മനസ്സിലായോ? അതായിരിക്കണം സത്യം എന്ന് പറയുന്നത്, യാഥാർത്ഥ്യം. എന്നെ കാണുമ്പം അത് പറയത്തില്ല, അല്ലാത്തപ്പം പറയും. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിത വളർച്ചയ്ക്ക് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ അനുഭവിച്ചു എന്ന് വരാം, കണ്ടുമുട്ടി എന്ന് വരാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായി എന്ന് വരാം. ഏതൊക്കെയാണ്? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, നുണ, ഇതെല്ലാം നീക്കി കളഞ്ഞിട്ട്, അസൂയ, ഇതെല്ലാം നീക്കി കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ പാൽ കുടിക്കാൻ വാങ്ങിച്ചു.
ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വാഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്ത് ബൂസ്റ്റൊക്കെ ഇട്ട് മധുരമൊക്കെ ഇട്ട് അതോ ഉടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് മായമില്ലാത്ത പാൽ. അപ്പം കർത്താവെ എനിക്കറിയത്തില്ല, നിന്റെ വചനത്താൽ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറയുന്ന ഒരു ശിശുതുല്യമായ ഒരു മനോഭാവത്തോട് നമ്മൾ ചെല്ലണം. ബാക്കിയെല്ലാം കളയണം, അറിയാമെന്നുള്ള ഭാവവും ഇതെല്ലാം കളഞ്ഞിട്ട് എനിക്ക് വചനം എന്താണ് പറയുന്നത്, വചനത്തിൽ എന്താണ് കർത്താവിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സമർപ്പണമാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ വചനം ഇഷ്ടംപോലെ പഠിക്കുന്നു, കേൾക്കുന്നു, ഇഷ്ടംപോലെ, പക്ഷെ ജീവിതത്തിൽ അത് ഇത് ചെയ്യുന്നില്ല. കാരണം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ പറവകൾ വന്ന് കുത്തിക്കൊണ്ടുപോകും, ഇല്ലയോ? ഒത്തിരി ഒത്തിരി പറവകളുണ്ടല്ലേ. ഇനി അതിലേക്ക് ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. പറവകൾ വന്ന് കുത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥ, മുള്ളും ഞെരിഞ്ഞലും. കഴിഞ്ഞ ദിവസം ഞാനും പ്രിയ ജോൺസൺ കൂടെ പാരിപ്പള്ളി ഒരു വീട്ടിൽ ചെന്നപ്പം സുവിശേഷം ഹിന്ദു വീടാ, സുവിശേഷമൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലായി. അന്നേരം പറയാ, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ എനിക്ക് ഇവിടെ വിളക്ക് കത്തിക്കാൻ പറ്റൂ. മനസ്സിലായോ? മുള്ളിൻ്റെ ഇടയിൽ നിൽക്കുക. ഞാൻ പറഞ്ഞ അതിന്റെ നിസ്സാരത മനസ്സിലാക്കിയെങ്കിൽ അല്ലേ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമുക്കൊരു ബസ്സിൽ കയറി പോകുന്ന ബസ് അല്ലെങ്കിൽ ആ ബസ്സിൽ തന്നെ ഇരിക്കാമോ? സാധാരണത്തില്ല, കേടായി കിടക്കുകയാണ്, ഇന്ന് പോകുന്നില്ല എന്ന് പറയുന്ന ബസ്സിൽ കയറി ഇരിക്കുകയാണെങ്കിൽ പിന്നെ അത് ഇരിക്കുകയാണോ? അത് മാറ്റിയത്. നിങ്ങളതിനെ എതിർക്കാനൊന്നും പോണ്ട. ഏക സത്യ ദൈവം യേശു ക്രിസ്തു മാത്രമേ. അത് പറയുന്നതാണ് വിശ്വസം. അത് പറയുന്നത് ഞങ്ങൾ എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്നു. മനസ്സിലായി? എല്ലാ ദൈവങ്ങളും ഞങ്ങൾ എല്ലാ ദൈവങ്ങളോടും ഞങ്ങൾക്ക് വിരോധമില്ല, എല്ലാത്തിനെയും ഞങ്ങൾ വിളിക്കുന്നു. ആ ഒരവസ്ഥയല്ല ഇവിടെ വേണ്ടത്. വേണ്ടാത്ര എല്ലാം നീക്കിക്കളയണം, എല്ലാം നീക്കിക്കളയണം. നീക്കിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഒരു കർത്താവേ എനിക്ക് തരണം പാല്. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആശ്രയിക്കാത്ത അവിടുന്ന് ഇവിടുന്ന് അല്ല പാല് കിട്ടുന്നത്, കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കണം. അതാണ് നമുക്ക് ആവശ്യം. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിങ്കിൽ. ഒരിക്കലെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ്, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ, നീ ആത്മഹത്യ ചെയ്യരുത്. ഈ ഒരു കാര്യം വെച്ചിട്ട് അങ്ങ് കണ്ണൂര് ദൂരെ ഒരു ഉപദേശിയുണ്ട്, നീ അവിടെ പോയി ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ നീ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇത്രയും ദൂരത്തിലല്ലേ, ആരും അറിയത്തില്ലല്ലോ, എന്തായാലും അവൻ പറഞ്ഞതുപോലെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഉപദേശി എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, അതുകൊണ്ട് നീ ഈ പ്രതിസന്ധിയിൽ തളർന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതിന് എനിക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, എനിക്ക് പരിഹരിക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും നീ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ഇന്ന് വൈകിട്ടൊരു പ്രാർത്ഥനയുമുണ്ട്, അതിന് കൂടിയിട്ട് നാളെ രാവിലെ പോകാം, പിന്നെ ദൈവം തരുന്ന ആലോചനയ്ക്കനുസരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വെറുതെ ഇരിക്കാതെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. മനസ്സിലായത്? അപ്പൊ ആദ്യം കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഇദ്ദേഹം അവിടെ ചെന്നിരുന്ന് വായിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാം വാക്യം വായിക്കാൻ പെർമിഷൻ ഇല്ല, 1-ാം വാക്യം. ഇങ്ങനെ കുറച്ചു നേരമായപ്പോൾ പിന്നെ നിർത്തി. പിന്നെ ഞാൻ വായിച്ചു. ഒരു 10 മണിയായപ്പം അദ്ദേഹം ഓടിച്ചെന്ന് ആ ഉപദേശിയെടുത്ത് പറഞ്ഞു, എൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അതെന്താ? ഇവിടെ എഴുതിയിരിക്കുന്ന ആദിയിൽ ദൈവം എന്നാണ്, പക്ഷെ ആദിയിൽ ഞാനാ. മനസ്സിലായോ? എല്ലാ കാര്യത്തിലും ഞാൻ മുമ്പേ പോകും, പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ആദിയിൽ ദൈവം. എന്നാ പ്രശ്നം എല്ലാം സോൾവ് ആയിരുന്നു. സകല പ്രശ്നത്തിനും കാരണം കണ്ടുപിടിച്ചെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമുണ്ടോ? അപ്പൊ നമ്മൾ ഒരു വാക്യത്തിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന മന്ന വളരെ വലുതാണ്. അത് നമ്മൾ പിന്നെയും പിന്നെയും അതിലെന്താ ഓരോ വാക്യങ്ങളെയും നമ്മൾ അപഗ്രഥിക്കും തോറും നമുക്കതിൽ വലിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ പറയുന്നത്, നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് വികസിപ്പിക്കും തോറും അത് പ്രകാശം കൊടുക്കുന്നതായിട്ട് മാറും, നമ്മുടെ ജീവിതത്തെ ചൈതന്യമാക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ഒരു പാൽ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും.
ക്രിസ്റ്റോസ്റ്റം തിരുവേദി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളാരും ബൈബിൾ വായിക്കരുത്, മനോരമ വായിക്കണം, മംഗളം വായിക്കണം, ബൈബിൾ വായിക്കണം. എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൈബിളേ ഇനി ആ പത്രം വായിക്കുന്ന പോലെ വായിക്കാനുള്ള സാധനമല്ല, ഇത് രാപ്പകൽ ധ്യാനിക്കണം. മനസ്സിലായി? അപ്പം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അത് നമുക്ക് ആര് പറഞ്ഞു എന്നുള്ളത് വിഷയമാക്കണ്ട. അത് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എന്താ? രാപ്പകൽ വചനം, രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒത്തിരി വായിക്കണം എന്നുള്ളതല്ല, വായിക്കുന്നത് ഗ്രഹിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ കാര്യം. പിന്നെ ഇവിടെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 2-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, ആത്മീയ വാഞ്ച ഉണ്ടാകണം. വാഞ്ചിക്കണം. വാഞ്ചിക്കണം എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യം, അതിനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. 3-ാമത് ദൈവവചനമാകുന്ന പാല് കുടിക്കണം. പാല് കുടിക്കാനുള്ള ഒരു വാഞ്ച. 2-3 ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് ഭയങ്കര പനിയും പ്രയാസമൊക്കെയാണ്. എന്താഹാരം വെച്ചുകൊണ്ട് തന്നാലും ടേസ്റ്റ് ഇല്ല, കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല എന്നറിയാം. കാര്യം എന്താണെന്ന് അറിയാമോ? ഇനി ഞാൻ എന്തോ വയ്ക്കേണ്ടത്? മനസ്സിലായോ? ഒന്നിനും ടേസ്റ്റ് ഇല്ല. അപ്പൊ കാരണം ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, എനിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഈ വചനം നമുക്ക് മാധുര്യമായിട്ട് തോന്നാത്തത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നീക്കി കളയാനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നീക്കി കളയാനായിട്ട് നമുക്ക് കഴിയണം, വാഞ്ച ഉണ്ടാകണം, ആ പാൽ കുടിക്കണം. അപ്പോഴേ നമ്മുടെ ആത്മീയ വർധനയ്ക്ക് അത് കാരണമാക്കി തീർക്കും. അപ്പോൾ ദൈവം നമ്മെ വീണ്ടെടുത്തതിൻ്റെ ഉദ്ദേശം ഒന്ന്, നമ്മൾ ആത്മീയമായി വളരണം, ക്രിസ്തുവിനോളം വളരുവാനായിട്ട് നമുക്കിടയാകണം. 2-ാമത്തെ ഉദ്ദേശം, നമ്മൾ ആത്മീയ യാഗം അർപ്പിക്കുവാനായിട്ട് ഇടയാകണം. ആത്മീയ യാഗം, ഭൗതികമായ ഒരു യാഗമല്ല, ആത്മീയ യാഗം അർപ്പിക്കുന്ന പുരോഹിതന്മാരായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ്. ക്രിസ്തു ജീവനുള്ള കല്ലാണ്. തൻ്റെ അടുക്കലേക്ക് വരുന്ന ഏവർക്കും അവൻ നിത്യജീവൻ നൽകും. അങ്ങനെ ജീവനുള്ള കല്ലുകളാൽ ആത്മീയ ഗൃഹം പണിയപ്പെടും, അഥവാ ഒരു ആത്മീയ ആലയം പണിയപ്പെടും. 5-ാമത്തെ വാക്യത്തിൽ ഇത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ആലയത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം അവിടെയാണ് വസിക്കുന്നത്. അല്ലാതെ കോൺക്രീറ്റ് കെട്ടിടമോ ചന്തമുള്ള മനോഹരമുള്ള വളരെ നല്ല സീറ്റ് അറേഞ്ച്മെന്റ് ഉള്ള സ്ഥലത്ത് കർത്താവ് വരുമെന്നല്ല പറയുന്നത്. ജീവനുള്ള കല്ലുകളെ കൊണ്ട് ഓർത്തിണക്കിയിരിക്കുന്ന ആ ആലയത്തിന്റെ നടുവിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്. അവിടെ നമ്മെ ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള വിശുദ്ധ പുരോഹിത വർഗമായിട്ട് ദൈവം നമ്മെ തീർത്തിരിക്കുകയാണ്. അവിടെ നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കണം. അപ്പം യേശുക്രിസ്തു മൂലക്കല്ലാണ്. നമ്മുടെയൊക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളാണ്. നമ്മളെയൊക്കെ ജീവനുള്ള കല്ലുകളായിട്ട് ഇതിന്റെ മുകളിൽ പണിതുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ നടുവിൽ കർത്താവിനെ കാണണം, കർത്താവിനെ ആത്മീയ യാഗം അർപ്പിക്കണം. ചിലരെങ്ങനെയാണെന്നറിയാമോ? ഈ കെട്ടിട പണിക്ക് വേണ്ടേ, ഇപ്പം 2 കല്ലുകൾ ഇങ്ങനെ വെച്ചാൽ ഈ 2 കല്ലുകൾ ചേർന്ന് 3-മതൊരു കല്ലിനെ താങ്ങണം, അല്ലേ? അങ്ങനെയല്ലേ കോർത്ത് പണിനെ? അതോ ഈ കല്ലുകളുടെ മുകളിൽ തന്നെ അന്ന് വയ്ക്കണേ? ആണോ? ഇത് 2. അപ്പം ആ ബ്രദറും ഈ ബ്രദറും കൂടെ 3-മതൊരു ബ്രദറിനെ താങ്ങണം. മനസ്സിലായേ? അങ്ങനെ കോർത്തിണക്കി പോകണം. എനിക്ക് ദൈവത്തോട് മാത്രമേ ഉള്ളൂ സ്നേഹം, വേറെ ആരോടും സ്നേഹം. ഞാൻ എൻ്റെ കാര്യം നോക്കി അവിടെ പോയിരുന്ന് ദൈവത്തെ ആരാധിച്ച് ഞാൻ മടങ്ങിപ്പോരും. അങ്ങനെയാണോ? പിന്നെ അവർ ഒരുമിച്ച് കൂടുന്നെന്ന് പറയുന്നത് ഒരുമിച്ച് കോർത്തിണക്കിയ ഒരാലയമാണ്. അവിടെ ആ ഏകതാബോധമുണ്ടാകണം. ഈ സഹോദരിയെ രക്ഷിച്ച അതേ വില കൊടുത്താണ് എന്നെയും വീണ്ടെടുത്തത്. ആ കർത്താവാണ് എന്നെയും വീണ്ടെടുത്തത്. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ആ ബോധ്യത്തോടു കൂടെ, ഏകതാ മനോഭാവത്തോടു കൂടെയുള്ള ആ കൂടിവരവിന്റെ നടുവിലാണ് കർത്താവിന്റെ സാന്നിധ്യമുള്ളത്. അവിടെ ആ കൂടി വരുന്നവർ രാജകീയ പുരോഹിത വർഗമാണ്. അവർ ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗം അർപ്പിക്കും.
റോമാലേഖനം 12:1 വാക്യം നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് മതി. നിങ്ങളുടെ ശരീരങ്ങളെ അഥവാ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. അത് ജീവനും വിശുദ്ധിയും ഉള്ളതായിട്ട് വരും. ഒരാഴ്ചയിൽ 6 ദിവസവും ദൈവത്തെ ആരാധിക്കുന്നവരാണ് 7-ാം ദിവസം ഒരുമിച്ച് കൂടി ആരാധിക്കാനായിട്ട് കടന്നു വരുന്നത്. അല്ലാതെ 6 ദിവസവും ദൈവത്തെ ആരാധിക്കുന്നില്ല, 7-ാം ദിവസം ഒരുമിച്ച് കൂടുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. മണമില്ലാത്ത 1000 പൂക്കളെ ഒരുമിച്ച് കൂടെ കൊണ്ടുവച്ചാലും ഒരു മണവും ഉണ്ടാകത്തില്ല. പക്ഷെ മണമുള്ള 1000 പൂക്കളെ ഒരുമിച്ച് വെച്ചാലോ ഇവിടെ എല്ലാം സുഗന്ധം നിറയും. അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നോ അവിടെ സുഗന്ധം കൊടുക്കുന്നവരായിരിക്കണം അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്നതാണ് സഭയായിട്ടുള്ള ജീവനുള്ള ആലയത്തിൽ വസിച്ചുള്ള ആരാധന എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ കല്ലുകൾ എവിടെ ആയിരുന്നാലും അത് ദൈവത്താൽ ജീവൻ ലഭിച്ച കല്ലുകളായിരിക്കണം. അവന്റെ അടുക്കിലേക്ക് വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു കാന്തത്തിന്റെ അടുക്കിലേക്ക് ഒരു പച്ചിരുമ്പ് വന്നു കഴിയുമ്പം ആ പച്ചിരുമ്പ് കാന്തമായി തീരുന്നത് പോലെ നമ്മളും കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണും. ഇതൊരു ക്രിസ്ത്യാനി അല്ല എന്ന് പറയും. പേരെന്തുവാ? മുഹമ്മദ്. എന്നാലും ക്രിസ്ത്യാനിയാണ് കേട്ടത്, മതം മാറിയ ആളാ എന്തായാലും എന്ന് പറയും. മനസ്സിലായി? പേര് മുഹമ്മദ് എന്ന് പറഞ്ഞാലും സ്വഭാവവും പ്രവൃത്തിയും എല്ലാം കാണുമ്പോൾ പറയും, എന്ത് പറയും? ക്രിസ്ത്യാനി എന്ന് പറയും. ഇപ്പോൾ അടുത്ത കാര്യം നമ്മളെ കുറിച്ചുള്ള ദൈവോപദേശം, ദൈവജനം ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം വഹിക്കണം എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, അവർ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്. അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം സൽഗുണങ്ങളെ ഘോഷിക്കുക. അപ്പൊ നമുക്ക് ആരോട് ചെന്നും പറയാൻ കഴിയുന്നത് നമ്മുടെ സഭയെക്കുറിച്ചോ ഉപദേശപരമായ കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല. യേശു ക്രിസ്തുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. യേശു ആരാണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ആളിനെ കുറിച്ച്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാരൊക്കെ മുന്നറിയിച്ചു. ആ മുന്നറിയിപ്പ് അനുസരിച്ച് ലോകത്തിൽ ജനിച്ചു. ജനിക്കുന്നതിന് മുമ്പ് മറിയത്തിന് ദൂതൻ പ്രത്യക്ഷനായിട്ട് വന്ന് ആ ജന്മത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അതിനെക്കുറിച്ച് യോസഫിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ മുന്നറിയിപ്പ് നൽകി. ജനിച്ചു കഴിഞ്ഞപ്പം ആകാശത്തിൽ മാലാഖമാർ പറന്നു നിന്നുകൊണ്ട് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ആർത്തുപാടി. ആ കഥ അല്ല, കിഴക്ക് നിന്ന് വിദ്വാൻമാർ 2 വർഷത്തോളം യാത്ര ചെയ്ത് ഇവിടെ വന്നു. കാരണം ആ വ്യക്തി ജനിച്ചപ്പോൾ ഒരു പ്രത്യേകമായ നക്ഷത്രം ഉദിച്ചു. ആ വിദ്വാൻമാർ വന്നവന് പൊന്നു ഒരു കുന്തിരിക്കം കാഴ്ചവെച്ചു, വീണ് അവനെ നമസ്കരിച്ചു, ഒരു ശിശുവിനെ. അപ്പോൾ ഈ കുഞ്ഞാരായിരിക്കും? അവന്റെ മഹത്വം, അവിടുത്തെ പ്രസംഗം, അവിടുത്തെ പ്രവർത്തികൾ, അവിടുത്തെ ഉപദേശം, അവിടുത്തെ പ്രവർത്തികൾ, ഇതൊക്കെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുമ്പോൾ വാസ്തവമായും നമുക്ക് ആ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച ഒരു മനുഷ്യനും അടിക്കത്തില്ല. അടിക്കൂ? ഒരു മനുഷ്യൻ അടിക്കില്ല. അതിന് പകരം മദ്യം നിങ്ങളുടെ വീട്ടിൽ അസമാധാനം ഉണ്ടാക്കും, മദ്യം മാറിയാൽ നല്ലതാകും എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ആരും ഇങ്ങനെ അവർ പറയും, യവന്മാരും നമ്മൾ വല്ലപ്പോഴും ഒന്നിച്ചിരി വിനിങ്ങുന്നതിന് ഇവര് ശല്യം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ 4 പേര് കൂടി നമ്മളെ അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കും. പക്ഷെ യേശു ക്രിസ്തുവിന്റെ സദ്ഗുണങ്ങളെ, നല്ല ഗുണങ്ങളെ ഘോഷിച്ചാൽ ഒരിക്കലും ഒരു വ്യക്തിയും നമ്മളെ ഒന്നും പറയും. കാരണം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, യേശു ക്രിസ്തു ഇങ്ങനെയുള്ള ആളായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. യേശുവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. യേശു ക്രിസ്തു തുല്യം വയ്ക്കാൻ ലോകത്തിൽ ഒരു വ്യക്തിത്വവും ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ചു. അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് പാപമോചനവും മനസ്സാന്തരവും പാപമോചനവും ഉണ്ട് എന്ന് പ്രസംഗിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടപ്പാട്. അല്ലാതെ VTH MTH ഒക്കെ എടുത്ത് വലിയ ഒരു അധ്യാപകനായി തീരണമെന്നല്ല. നമ്മൾ എവിടെ ചെന്നാലും യേശുവിന്റെ നല്ല ഗുണങ്ങളെ ഘോഷിക്കണം, യേശുവിനെ കുറിച്ച് പറയുക.
അതുകൊണ്ട് ചുനീകാരത്തി പറഞ്ഞ പോലെ എൻ്റെ പ്രിയൻ 10,000-ങ്ങളിൽ സുന്ദരൻ എന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുമ്പോൾ വാദോരാതെ പറയുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ പറയുമ്പോൾ ഈ യേശുവിന് തുല്യം വയ്ക്കുവാൻ ആരെയും അവർ കാണത്തില്ല. അവർ പിൻപറ്റുന്നതിലേക്ക് മാഹാത്മ്യം ഒന്നും ഇല്ലാതാകും. അതിനെക്കുറിച്ച് നമ്മൾ പറയേ വേണ്ട, പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇത്രയും മഹോന്നതമായ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിയുമ്പം ബാക്കിയെല്ലാം പെട്രോൾ മാഷിന്റെ മുമ്പിൽ മെഴുകുതിരി എന്തുവാ വല്ലതും ഉണ്ടോ? ഒന്നും ഇല്ലാതായിപ്പോ. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ആ യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മെ രക്ഷിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ആത്മീയമായി വളരണം, പിന്നെ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം, സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഞാൻ 2 വർഷത്തോളം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞതിന് ഒത്തവണ്ണം 2 വയസ്സും അതിന് താഴെയുമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ഹെരോദാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പം വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞു, നിങ്ങൾ എന്നാണ് ഈ നക്ഷത്രം കണ്ടത്? അപ്പം സാറേ 2 വർഷമായി, അല്ലെങ്കിൽ അതാണ്, അതുകൊണ്ട് ഒരു 2 അന്ന് ഞങ്ങൾ പുറപ്പെട്ടതാണ്. അത്രയും നാളായില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇവിടെയുള്ള 2 വയസ്സിന് താഴെയുള്ള എല്ലാത്തിനും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 2 വർഷത്തോളം അവർ യാത്ര ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല. അവര് കിഴക്ക് നിന്ന് വന്ന വാന നിരീക്ഷകരാണ്. അവര് ഒരു നക്ഷത്രത്തെ കണ്ടു, ആ നക്ഷത്രത്തെ ലക്ഷ്യമാക്കി അവര് ഈ ബേത്ലഹേമിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കിഴക്ക് എന്ന് പറയുമ്പം ഇസ്രായേലിന് കിഴക്ക്. ചിലപ്പം ചിലർ പറയുന്നത് ഇന്ത്യയിൽ നിന്നും ഉള്ളവരുണ്ടായിരുന്നു എന്നൊക്കെയാ പറയുന്നത്, എനിക്കറിയത്തില്ല. അവര് അവിടുന്ന് പുറപ്പെടുമ്പോഴേ ഈ നക്ഷത്രം അവരെ അനുഗമിക്കുന്ന ഒരു നക്ഷത്രമായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് സൂര്യനെ കാണാനായിട്ട് ഇസ്രായേലിൽ നിന്നാലും കാണാം, ഇന്ത്യ നിന്നാലും സൂര്യനെ കാണാം. ഈ നക്ഷത്രത്തെ അവര് ആകാശത്തിൽ അവർ കണ്ടു. ആ ആകാശത്തിൽ അവര് കണ്ടപ്പോ ആ നക്ഷത്രത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ച് അവർ പോകുമ്പോൾ ശിശു ഇരിക്കുന്നിടത്ത് വന്നപ്പോ അതിന്റെ മൂവ്മെന്റ് നിലച്ചു. മാത്രമല്ല, ഈ ഇസ്രയേലിലാണ് ഈ പ്രവാചകന്മാർ വന്നതെങ്കിലും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കടലും കരയും കടന്ന് അനേകരെ മതത്തിൽ ചേർക്കുന്നുണ്ട്. അവര് ഈ മോശയിലൂടെ ലഭിച്ച ആ പ്രമാണം അവരുടെ രാജ്യത്തിന് പുറത്തും അത് അറിയിച്ചിരുന്നു. മനസ്സിലായോ? അതുപോലെ തന്നെ സുവിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോഴും കൊലോസ്യലേഖനത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിൽ സർവ്വ സൃഷ്ടിയുടെയും ഇടയിൽ ഘോഷിക്കപ്പെട്ട സുവിശേഷമെന്ന്. കടലും കരയും കടന്ന് അനേകരെ മതത്തിൽ ചേർക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് യഹൂദന്മാര് യഹൂദ മതാനുസാരികളും എന്ന് നമ്മൾ വായിക്കുന്നത്. യഹൂദന്മാരായി ജനിച്ചവരും യഹൂദ മതം അനുസരിക്കുന്നവരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എത്യോപ്യയിൽ നിന്ന് ഷണ്ണനൊക്കെ പെന്തക്കോസ്ത് ഉത്സവത്തിന് അല്ലെങ്കിൽ യെരുശലേമിൽ വന്നത്. ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത്, എത്യോപ്യയിൽ നിന്ന്. അവര് വരുന്ന കാരണം അവര് ഈ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ട് അവരവിടെ പോകുന്നവരാ. അവര് യഹൂദന്മാരല്ലായിരുന്നു. യഹൂദ മതത്തിന് പുറത്തും യഹൂദമതം ഈ വിശ്വാസം ഉള്ളവരുണ്ടായിരുന്നു. മോശയിലൂടെ ലഭിച്ച ദൈവിക സന്ദേശം പ്രസംഗിക്കുന്ന ഉപദേശിമാരായിരുന്നു യഹൂദന്മാര്. ആ ഉപദേശം കേട്ടവർ ലോക ജനത മുഴുവനും കേട്ടവരാ. അല്ലാതെ അവിടെ ഇട്ടാവട്ടത്തിൽ മാത്രമല്ല. ദൈവം ഇസ്രയേലിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് ഒരു ബ്രാഞ്ച് തിരഞ്ഞെടുത്തതേ ഉള്ളൂ, ഒരു വിശുദ്ധ തലമുറയെ തിരഞ്ഞെടുത്തതേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും ദൈവം വിട്ടുകളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ദൈവം ഒരു ജനതയെ തെരഞ്ഞെടുത്തു, ദൈവത്തിന്റെ സാക്ഷ്യം ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴടുത്ത ഒരു വിഷയത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇനി കടന്നു വരാൻ പോകുന്നത്. ആ വിഷയം വിശ്വാസിയും ചുമതലകളും എന്നുള്ളതാണ്. വിശ്വാസിയും ചുമതലകളും 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ന്റെ 11 മുതൽ 3-ന്റെ 12 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വിശ്വാസിയും ചുമതലകളും എന്നുള്ള വിഷയമാണ്.
വിശ്വാസിയും ചുമതലകളും. അപ്പം 2:11-12 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഈ 11-12 വാക്യങ്ങളിൽ ലോകത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസിയുടെ ചുമതലകൾ എന്തായിരിക്കണമെന്നാണ് പത്രോസ് അപ്പോസ്തലൻ ദൈവാത്മാവിനാൽ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അതിലൊന്ന്, വിശ്വാസികൾ ജഡമോഹങ്ങളെ വിട്ടകന്ന് ജീവിക്കണം. ദൈവമക്കൾ വിശുദ്ധ ഭവനത്തിലെ അംഗങ്ങളാണ്. ആയതിനാൽ പാപമംഗലമായ മോഹങ്ങളെ വിട്ടൊഴിയണം. അപ്പം ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജഡമോഹങ്ങളെ വിട്ടൊഴിയുവാനും പാപമംഗലമായിട്ടുള്ള ആ മോഹങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും വിശ്വാസിക്ക് കഴിയണം എന്നുള്ളതാണ് അവിടെ വായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ജാതികൾ ദുഷ്പ്രവർത്തികളാൽ നമ്മെ ദുഷിക്കുമ്പോൾ നാം നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരാകണം. മത്തായിയുടെ സുവിശേഷം 5-ാം 16 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇക്കാര്യം നമ്മോട് ആജ്ഞാപിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ലോകത്തിലെ മനുഷ്യർ നമ്മെ ദുഷിക്കുമ്പോൾ നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ, ക്രിസ്തു നമ്മിലൂടെ ലോകത്തിൽ പ്രകാശിപ്പിക്കപ്പെടുവാനും ഇടയാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകം കർത്താവിനെ ദുഷിച്ചതുപോലെ നമ്മെയും ദുഷിക്കും, നിന്ദിക്കും. എന്നാൽ നാം അതിന് പ്രത്യുത്തരം പറയേണ്ടതില്ല. നാം സൽപ്രവർത്തികളിൽ തുടരുകയാണെങ്കിൽ നമുക്കെതിരെ സംസാരിക്കുന്നവർ മിണ്ടാതായിക്കൊള്ളും. ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത 13-ാം വാക്യം മുതൽ 2:13-17 വരെയുള്ള വാക്യങ്ങളിൽ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസിയുടെ കടപ്പാടാണ്. രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസിയുടെ 2:13 മുതൽ 17 വരെ. ഒരു വാക്യം കൂടെ നമുക്ക് അനുബന്ധമായിട്ട് വായിക്കാം. റോമാലേഖനം 13-1 വാക്യം. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങണം. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ല. ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം വിശ്വാസികൾ നമുക്ക് മുകളിൽ നിയമിക്കപ്പെട്ടവരുടെ ആജ്ഞ അനുസരിക്കുവാനായിട്ട് നാം കടംപെട്ടിരിക്കുക. അവരെങ്ങനെയുള്ള ദുഷ്ടമനുഷ്യരായാലും അവർ കൽപ്പിക്കുന്ന കൽപ്പന അനുസരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. എന്നാൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ആണെങ്കിൽ അനുസരിക്കണമെന്നില്ല. ദൈവഹിത പ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നമ്മൾ അതുപോലെ തന്നെ രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമുക്ക് കടപ്പാടുണ്ട്. നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി, പിണറായി വിജയന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവമേ അവർ ദോഷമായ വഴിയിൽ പ്രവർത്തിക്കാൻ ഇടയാക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിലായി? അപ്പം അധികാരങ്ങൾക്ക് കീഴ്പ്പെടാൻ, രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ സമരം ചെയ്യാനല്ല, അധികാരികൾക്ക് കീഴ്പ്പെടാനായിട്ട് ആണ് ദൈവത്തിൻ്റെ നിർദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം നന്മയാൽ തിന്മയെ ജയിക്കണം. മറ്റുള്ളവർ നമ്മെ എതിർക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ നാം അവരോട് തർക്കത്തിന് പോകരുത്. നാം തന്നെ പ്രതിവാദം നടത്തരുത്. പ്രതികാരം ചെയ്യുവാനായിട്ട് തുനിയരുത്. മറിച്ച് നാം അവരോട് സ്നേഹത്തോട് വർദ്ധിക്കണം. അങ്ങനെ നന്മ ചെയ്യുന്നവരാകണം. അതാണ് ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ, രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കാൻ 2-ന്റെ. ഇപ്പം നിയമപാലകരെ ബഹുമാനിക്കുവാനായിട്ടുള്ള കടപ്പാടും വിശ്വാസിക്ക് ഉണ്ട്.
2:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഇവിടെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഓഫീസുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? യജമാനന്മാരോടുള്ള ബന്ധത്തിൽ നാം യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. നാം നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണം. അത് ദൈവത്തിന് പ്രസാദമാണ്. യജമാനന്മാർ മൂർഖന്മാരായിരുന്നാൽ പോലും അവർക്ക് കീഴടങ്ങിയിരിക്കാനാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അവിടെ എത്ര കഠിന സ്വഭാവമുള്ള ഒരാളായാലും നമ്മൾ വിധേയപ്പെട്ടും ദൈവഹിതപ്രകാരവും ദൈവിക സ്വഭാവം നമ്മളിൽ പ്രതിഫലിച്ചും നാം ജീവിക്കുമ്പോൾ ഗ്രാജുവലായിട്ട് അവർക്ക് നമ്മളിലുള്ള ക്രിസ്തുവിനെ കാണുവാൻ, നമ്മളുള്ള വിശ്വാസത്തെ കാണുവാൻ അവർക്കിടയാകും. ചിലപ്പോൾ അവർക്കും അവരുടെ തെറ്റുകളെ മനസ്സിലാക്കാൻ നമ്മൾ കീഴടങ്ങിയിരിക്കുന്നത് മുഖാന്തരം ഇടയായിത്തീരും. ഞാൻ അവനെ ചീത്ത പറഞ്ഞു, ഞാൻ അവനെ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് അവൻ എന്നോട് ഒന്നും മത്സരിച്ചില്ല, പിണങ്ങിയില്ല, അനുസരിച്ചു, വിധേയപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ തന്നെ രൂപാന്തരം ഉണ്ടാകാൻ നമ്മുടെ ജീവിതം, നമ്മുടെ കീഴ്പ്പെടൽ കാരണമായി തീരും എന്നാണ് വായിക്കുന്നത്. നന്മ ചെയ്തിട്ട് വേണം കഷ്ടം സഹിക്കാനെന്നാണ്. അത് ദൈവത്തിന് പ്രസാദകരമാണ്. 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസി ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഈ വായിച്ച വേദഭാഗത്ത് 6 കാര്യങ്ങളെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, നാം ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി തീരണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി കണ്ടതുകൊണ്ടാണ് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്തു ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് കിട്ടിയത്. അതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന പേരും വഹിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി, ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് തീരണം എന്നുള്ളതാണ് ദൈവഹിതം. ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിച്ചതുപോലെ നാമും കഷ്ടം സഹിക്കണം. മറ്റൊരാളെ നേടുന്നതിന് വേണ്ടി, മറ്റൊരാളെ സഹായിക്കുന്നതിന് വേണ്ടി കഷ്ടം സഹിപ്പാനുള്ള ഒരു മനസ്സലിവ് ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തയേശുവിലുള്ള പാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ക്വാളിറ്റി കൊണ്ടോ നമ്മുടെ സ്വഭാവ സവിശേഷത കൊണ്ടോ ഒന്നുമല്ല കർത്താവ് നാം അഭക്തരായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. തൻ്റെ മനസ്സലിവ് ആ മരണത്തിലൂടെ പ്രദർശിപ്പിച്ചു. ആ സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി തീരണം. പിന്നീട് നമ്മൾ കാണുന്നത് ക്രിസ്തു പിതാവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെ വർദ്ധിച്ചുവോ അതുപോലെ നാം ജീവിക്കണം. കർത്താവ് പറയുന്നത് പിതാവ് തന്നിട്ടുള്ള എൻ്റെ പ്രവൃത്തി തികച്ചു എന്നാണ്. നമുക്കും തന്നിട്ടുള്ള പ്രവൃത്തി അതുപോലെ തികയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് എന്ന് ക്രിസ്തു പറഞ്ഞെങ്കിൽ നമ്മളും പറയണം, കർത്താവേ, എൻ്റെ ആഗ്രഹം ഇതാണെങ്കിലും അങ്ങയുടെ ആഗ്രഹം മാത്രം ഞാൻ ചെയ്യാൻ സമർപ്പിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഇഷ്ടത്തെ ഒന്ന് മാറ്റിവെക്കാനായിട്ടുള്ള ഒരു യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്കും ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിന്നീട് ക്രിസ്തു മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരുന്നത് പോലെ നാമും
മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനിടയാകണം. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ പറയും, ഇന്നാരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ സഹായമായിരുന്നു, ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു എന്ന് പറയുന്ന ഒരു എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ഓടിച്ചെന്ന ആ ആളിനോടായിരുന്നു പറയുന്നത്. അവിടെ ചെന്നാൽ അദ്ദേഹം ചിലപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഒരു നല്ല ബുദ്ധി ഉപദേശം തരും, ചിലപ്പോൾ എന്നെ സഹായിക്കും. അതുകൊണ്ട് നാം ഈ ഒരു വിശ്വാസി ഒരിടത്തായിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ടാണ് നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ നാം അനേകരെ ക്രിസ്തുവിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്നവരായിട്ട് തീരണം. ക്രിസ്തുവിനെ അനുഗമിക്കുവാനും അനുസരിക്കുവാനും സമർപ്പണം ചെയ്തിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി അടുത്തതായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അടുത്തത് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. കുടുംബ ജീവിതത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ ഭാര്യമാരുടെ കടപ്പാടുകൾ എങ്ങനെയായിരിക്കണമെന്നാണ് ഈ 6 വാക്യങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഭാര്യമാരുടെ കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്. ഭാര്യമാർ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഇവിടെയും അങ്ങനെയാണ് പത്രോസ് പറയുന്നത്. പൗലോസും ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫെസ്യർ 5-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും 1 കൊരിന്ത്യർ 11-ാം അധ്യായം 3, 7, 8, 9 വാക്യങ്ങളിലും ഭാര്യമാർ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് രേഖപ്പെടുത്തി. വഴക്കൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ കീഴ്പ്പെടുത്താൻ പോണ്ട, കീഴ്പ്പെടാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അത് അവർ ചെയ്തോളും. നിങ്ങളോടുള്ള കാര്യം ഇച്ചിയുടെ കഴിവും പറയും, അവരത് ഇപ്പം ചെയ്തോളും. നിങ്ങൾ ആരും കീഴ്പ്പെടുത്താനൊന്നും പോകരുത്. കീഴ്പ്പെടുത്താൻ പോയാൽ പൊട്ടിപ്പോവും. കാരണം ബലഹീന പാത്രമാണെന്നാ പറഞ്ഞേക്കുന്നത്. റേഷൻകാരുടെ ആദ്യം ആയിക്കോട്ടെ. നമ്മളെ ഈ പൊട്ടുന്ന പാത്രങ്ങളെല്ലാം കൂടി പാത്രത്തിൽ വെച്ചിട്ട് ഞെക്കി അമർത്തുവോ? അത് പൊട്ടിപ്പോവും കേട്ടോ. അതുകൊണ്ട് കീഴ്പ്പെടുത്താനൊന്നും പോണ്ട. അവര് കേട്ടോളൂ, അവരത് ചെയ്തോളൂ. അപ്പൊ ഭാര്യമാരുടെ കാര്യം നിങ്ങൾ ഇച്ചിരിയത്തെ കണ്ണടച്ചിരുന്നാലും കുഴപ്പമില്ല. അപ്പം കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പത്രോസ് ഈ ഭാഗത്ത് വായിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യമാർക്കുള്ള അടുത്ത കടപ്പാട് പറയുന്നത് നിർമ്മലമായ നടപ്പുള്ളവരായിട്ടിരിക്കണം. നിർമ്മലമായ നടപ്പുള്ളവരായിട്ട് ഇരിക്കണം. വിശ്വാസിയായ ഭാര്യ തൻ്റെ ഭർത്താവിനോട് ശണ്ട കൂടുകയോ പരാതി പറയുകയോ ചെയ്യരുത്. ഭർത്താവിനോടും ദൈവത്തോടും ബഹുമാനം കാണിച്ച് അവർ ഭയത്തോടു കൂടി നിർമ്മലമായി നടക്കണമെന്ന് ദൈവവചനം അനുശാസിക്കുന്നു. ഇങ്ങനെയുള്ള നടപ്പ് ആളുകളെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുവാൻ കാരണമാകും. ഭർത്താവോ കുടുംബത്തിലുള്ളവരോ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ അവരും രക്ഷയിലേക്ക് വരുവാൻ നിങ്ങളുടെ നടപ്പ്, നിർമ്മലമായ നടപ്പ് കാരണമായി തീരും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം 4-ാം വാക്യത്തിൽ പറയുന്നത് ഭാര്യമാർ ആന്തരികമായ അലങ്കാരമുള്ളവരായിരിക്കണം. അപ്പം അലങ്കാരം വേണമെന്നാണ് പറയുന്നത്, പുറമേയുള്ള അലങ്കാരം അല്ല, പിന്നെയോ ആന്തരികമായ അലങ്കാരമുള്ളവരായിട്ട് ഇരിക്കണം. മനസ്സിലായ? അതെ ഒരു കക്ഷി സോക്സ് ഇട്ടുകൊണ്ട് വന്നപ്പോൾ അതിനൊരു സ്മെല്ലുണ്ടായിരുന്നു. അപ്പം മാനേജർ ഇനി വരാൻ പറഞ്ഞു പ്യൂണിൻ്റെ അടുത്ത്. എന്തുകൂടാ ഒരു വല്ലാത്ത സ്മെല്ല്. അവസാനം കൈ കഴുകാൻ പറഞ്ഞു, കാല് കഴുകാൻ പറഞ്ഞു, ഒക്കെ നോക്കിയിട്ട് സ്മെല്ല് മാറുന്നില്ല. അവസാനം മനസ്സിലായി സോക്സിൻ്റെ ആണ്. അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ ഈ സോക്സ് ഊരി കളഞ്ഞിട്ട് കാലുമൊക്കെ കഴുകി വരാൻ പറഞ്ഞു. അദ്ദേഹം പോയി എന്ത് ചെയ്തെന്നറിയാം, ഈ സോക്സ് ഊരി പോക്കറ്റിൽ വെച്ചിട്ട് കാലുമൊക്കെ കഴുകി വന്ന്. സോക്സ് കളയാൻ പറ്റുമോ? പിന്നെ സ്മെല്ല്. അപ്പം നമ്മൾ പുറമേ ഉള്ളതല്ല എന്ന് പറയുമ്പം അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയോ?
അത് മാറ്റിയിട്ട് അതിനേക്കാട്ടി ബെറ്ററായ ഒരെണ്ണം, ഈ ഉടുപ്പല്ല ഇതിലും ബെറ്ററായ ഒന്ന് ഇറങ്ങണം. അപ്പൊ നമ്മൾ ബാഹ്യമായ അലങ്കാരത്തെ കാളും ഈ സ്വർഗീയമായ അലങ്കാരത്തെ കാണുമ്പോൾ മറ്റേത് നിസ്സാരമായിട്ട് കാണും. നിങ്ങൾ മദർ തെരേസയെ ബഹുമാനിക്കുന്നത് അവർ ഇവിടുത്തെ സാരിയുടെ ബലത്തിലാകുന്നു, അതിന്റെ ചന്തത്തിലാകുന്നു, അവരുടെ പ്രവൃത്തിയാണ്. അതുപോലെ ഭാര്യമാരുടെ അലങ്കാരം എന്തായിരിക്കണം എന്ന് അവിടെ പറഞ്ഞത്? സൗമ്യതയും സാവധാനതയുമുള്ള നടപ്പ്. ഈ നടപ്പ് നമ്മുടെ ഭർത്താക്കന്മാർ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ പോലും അവര് രക്ഷിക്കപ്പെടുവാൻ കാരണമാകും എന്നാണ് അവിടെ പറഞ്ഞതിന്റെ ആശയം. അപ്പം ആന്തരികമായ അലങ്കാരം, സൗമ്യത, സാവധാനതയുള്ള മനസ്സ് ഇത്യാദി സ്വഭാവ സവിശേഷതകളായിരിക്കണം ഭാര്യമാർക്ക് ഉണ്ടാകേണ്ടത്. ഇനി അപ്പം ചോദിക്കും, ഇതിനെന്തെങ്കിലും മാതൃക ദൈവവചനത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ അബ്രഹാമിന്റെ ഭാര്യയായ സാറയും അതുപോലെ ഭക്തമതികളായ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന സ്ത്രീകളും നമുക്ക് മാതൃകയായിട്ട് തിരുവചനത്തിൽ ഉണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ പഠിക്കുക. ദൈവഭക്തിയായ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അതിൽ പ്രധാനമായിട്ട് അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ അമ്മച്ചിയെ പോലെ എന്ന് പറയുന്ന ഒരു ചൂണ്ടിക്കാണിക്കുകയാണ് ആര്? പത്രോസ്. ശരി, ഇനി നിങ്ങൾ ഇച്ചിരി നേരത്തെ കണ്ണടച്ചിരുന്നാലും കുഴപ്പമില്ല. ഭർത്താക്കന്മാരുടെ കാര്യമാണ് പത്രോസ് തുടർന്ന് പറയുന്നത്. വിശ്വാസിയായ ഭർത്താവ് ഭാര്യയോടുള്ള ബന്ധത്തിൽ വിവേകത്തോടുകൂടെ വസിക്കണം എന്ന് 3:7 വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ ഉണ്ടോ നോക്കിക്കോണം പുസ്തകത്തിൽ. 3:7 വാക്യത്തിൽ 3:7 വാക്യത്തിൽ പറയുന്നു, ഭർത്താവ് ഭാര്യയോടുള്ള ബന്ധത്തിൽ വിവേകത്തോടുകൂടെ വസിക്കണം. അതുപോലെ തന്നെ കർത്താവ് സഭയെ ഏത് വിധം സ്നേഹിച്ചുവോ അങ്ങനെ തന്നെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടതാണ്. അപ്പം ഇവിടെ പറയാണ് വിവേകത്തോടു കൂടെ വസിക്കണം. രണ്ടാമത് സ്ത്രീകൾക്ക് മാതൃകയായിട്ട് നമ്മൾ സാറായെയാണ് കാണിച്ചു കൊടുത്തെങ്കിൽ ഇവിടെ ഭർത്താക്കന്മാർക്ക് മാതൃകയായിട്ട് യേശുക്രിസ്തുവിനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ യേശുക്രിസ്തു സഭയെ അഥവാ മണവാട്ടിയെ എങ്ങനെയാണ് സ്നേഹിച്ചത്? അവര് നശിച്ചു പോകരുത് എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ യേശു കർത്താവിന് ഉണ്ടായിരുന്നുള്ളൂ. ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോഴും അതിലൂടെ ആഗ്രഹം എന്താ? അവര് നശിക്കരുത്. ആ മനോഭാവമായിരിക്കണം ഭർത്താവിന് ഭാര്യയോട് കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാലും എൻ്റെ ഭാര്യ നശിച്ചു പോകരുത്. മനസ്സിലായി? ഞാൻ എന്ത് ചെയ്താലും എന്ത് ത്യാഗം സഹിക്കിട്ടിരുന്നാലും എൻ്റെ ഭാര്യ നശിച്ചു പോകരുത്, നിത്യജീവന്റെ അവകാശികളായിട്ട് മാറണം. അതിനുവേണ്ടി ഞാൻ വിവേകത്തോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ ആ മനസ്സുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ കഴിയണം. ഭർത്താവ് വിവേകത്തോടുകൂടെ ആയിരിക്കണം. മാത്രമല്ല അവിടെ പറഞ്ഞ സ്ത്രീ ബലഹീന പാത്രം എന്ന് കരുതി സൂക്ഷ്മത്തോടെ ജീവിക്കണം. അതുപോലെ ഈ ഭാര്യയെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നെങ്കിലും ഈ ഭാര്യയും എന്നെ പോലെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ്. എനിക്ക് കിട്ടുന്നത് പോലൊരു പ്രതിഫലമാണ് സ്വർഗത്തിൽ എൻ്റെ ഭാര്യയ്ക്കും കിട്ടുന്നത്. ഇവിടെ ഒരു താഴ്ചയും ഒരു അല്പം ഉയർച്ചയൊക്കെ ദൈവം വച്ചിട്ടുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പം വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല, വിവാഹത്തിന് എടുക്കുന്നതുമില്ല. അവിടെ ദൈവദൂത തുല്യരായി കഴിയാൻ പോകേണ്ടുന്നവരാണ്. പിന്നെ ഈ അല്പകാലത്തേക്ക് എനിക്ക് തുണയായിട്ട് കർത്താവ് തന്നിരിക്കുകയാണ്. അത് ഞാൻ വിവേകത്തോടുകൂടെ പെരുമാറണം. അതായിരിക്കണം നമ്മുടെ ചിന്ത. ക്രിസ്തു നമ്മെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വിവേകത്തോടുകൂടെ ജീവിക്കണം. ബലഹീന പാത്രമാണെന്ന് മനസ്സിലാക്കണം. എപ്പോഴും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാകണം. അങ്ങനെ ആ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വളരെ ദൈവികമായ ഒരു കുടുംബം പുലർത്തി മുന്നോട്ട് പോകണം എന്നാണ് പത്രോസ്
നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് വേഗത്തിൽ ചിന്തിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ ദൈവം അനുവദിച്ചാൽ നാളെ മറ്റ് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്ത 7ാമത്തെ കാര്യം, ക്രിസ്തീയ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം എന്ന് 3-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള ഭാഗത്ത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം 7 വരെയുള്ള ഭാഗങ്ങളിൽ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ 8 മുതൽ ക്രിസ്തീയ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ഐക്യമത്യമുള്ളവരായിരിക്കണം. ഐക്യമത്യം, ഭിന്നത വെടിയണം. അത് മീശിക സാർ ഇങ്ങനെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ഭിന്നത വെടിയാം ഒന്നാകാം എന്ന്. അപ്പൊ ചില വിശ്വാസികൾ പാടുന്നത് എന്തെന്നറിയാം, ഭിന്നത വെടിയാം 3 ആകാം. മനസ്സിലായോ? അങ്ങനെ ഒരു ഭിന്നതയല്ല നമുക്ക് വേണ്ടത്. ഇതിന് ഐക്യത ഉണ്ടാകാനായിട്ട് സാധിക്കും. എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ ഉത്സാഹിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇല്ലേ? ഒരു മേശ ഉണ്ടാക്കി, കുറെ തടികളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു ആശാരി അത് മുറിച്ച്, അവരെ ചില കാര്യങ്ങൾ കണ്ട് മുറിച്ച് ഒന്നിച്ച് അണി അടിച്ചൊരു മേശ ഉണ്ടാക്കി. അപ്പൊ അത് നമുക്ക് പ്രയോജനമായി. അതുപോലെ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശം എങ്ങനെയായാലും സമാധാന അന്തരീക്ഷത്തിൽ പോകാനായിട്ടുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടാകണം. ചിലപ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ഉള്ളവരായി തീരണം. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ക്ഷമ ചോദിക്കാൻ തയ്യാറായുള്ള മനസ്സുള്ളവരാകണം. അങ്ങനെ സമാധാനം ഉണ്ടാക്കാനായിട്ട് ഏത് നിലയിൽ സാധിക്കുമോ ആ നിലയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഫിലിപ്പി ലേഖനം 2-ന്റെ 15-ാമത്തെ വാക്യം, ഇവിടെയെല്ലാം ഈ ഐക്യതയുടെ ആവശ്യകത വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് ഇവിടെ നമ്മൾ വായിക്കുന്നത്, ആ ഭാഗത്ത് വായിക്കുന്നത്, സഹതാപമുള്ളവരായിരിക്കണം, തമ്മിൽ മനസ്സലിവുള്ളവരായിരിക്കണം. മനസ്സലിവ്, ചില പറയില്ലേ, ഒരു കഠിന ഹൃദയനാന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെ പറഞ്ഞിട്ടും അവിടെ ഒന്നും കേൾക്കുന്നില്ലെന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകാനായിട്ട് പാടില്ല. മനസ്സലിവുള്ളവരായിട്ട് തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തമ്മിൽ മനസ്സലിവുള്ളവരാകണം, സഹതാപമുള്ളവരായിട്ട് തീരണം. റോമാലേഖനം 12-ന്റെ 5, 15-ന്റെ 2 ഈ ഭാഗങ്ങളിലും ഈ കാര്യത്തെ, അല്ലെങ്കിൽ മനസ്സിലുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം പൗലോസും നമ്മെ ഊന്നി പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ വായിക്കുന്നത് സഹോദരന്മാർക്ക് അല്ലെങ്കിൽ സഹോദര സ്നേഹമുള്ളവരായിരിക്കണം. അതുപോലെ സഹോദര സ്നേഹമുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം. ഇത് ക്രിസ്തീയ കൂട്ടായ്മയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഐക്യമത്യമുള്ളവരായിരിക്കണം, സഹതാപമുള്ളവരായിരിക്കണം, മനസ്സിലുള്ളവരായിരിക്കണം, സഹോദര സ്നേഹമുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം. ഇതാണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ വിവിധ സാഹചര്യങ്ങളിൽ ഉള്ള നമ്മുടെ കടപ്പാടുകൾ. ഈ കടപ്പാടുകൾ നമ്മൾ ഒന്നുകൂടെ വിചിന്തനം ചെയ്ത്, കർത്താവേ, ഞാൻ ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം, ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം, ഭവനത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് സ്വയം ശോധന ചെയ്ത് പഠിക്കുവാൻ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് ഇത് പഠിക്കേണ്ടത്, നിങ്ങൾ കണ്ടെത്തണം. അതിന് ദൈവം നമുക്കധികം കൃപ തരട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.